Hello everyone, welcome to Chemistry World. ഇന്നത്തെ ടോപ്പിക് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ടോപ്പിക്കാണ്. ടോപ്പിക് ഇതാണ് ഇലക്ട്രോലൈസിസ്. ഇന്നത്തെ ടോപ്പിക്കാണ് ഇലക്ട്രോലൈസിസ്. ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം സിമ്പിൾ ടോപ്പിക് ആണ്. ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം സിമ്പിൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, ആൻഡ് ആൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇലക്ട്രോലൈസിസ്, അപ്പൊ നമുക്ക് ഈ വേർഡിൽ നിന്ന് തുടങ്ങാം. ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ ഈ വേർഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇലക്ട്രോലൈസിസ് എന്ന വേർഡിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോ പ്ലസ് ലൈസിസ് എന്ന് എഴുതാൻ പോകണം. ഇലക്ട്രോ പ്ലസ് ലൈസിസ്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ യൂസിങ് കറന്റ്, യൂസിങ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഈ ഒരു ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞ വേർഡിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോലൈസിസ് എന്ന് എഴുതി. ഇലക്ട്രോ പ്ലസ് ലൈസിസ് എന്ന്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യൂസിങ് കറന്റ് ഓർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. അപ്പൊ ഈ ഒരു വേർഡിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ യൂസിങ് ഇലക്ട്രിക് കറന്റ്. ഈ ഒരു വേർഡിൽ നിന്ന്, ഇലക്ട്രോലൈസിസ് എന്ന ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ, ചെറിയ ഡെഫിനിഷൻ കൊണ്ടുവരാൻ സാധിക്കും. എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ യൂസിങ് ഇലക്ട്രിക് കറന്റ്. അതായത് ഒരു സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിടുമ്പോൾ ആ സബ്സ്റ്റൻസിന് വിഘടനം സംഭവിക്കുന്നു, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെള്ളത്തിന്റെ, വാട്ടറിന്റെ വൈദ്യുത വിശ്ലേഷണം. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബ്രേക്ക് ഡൗൺ ആണ്, വിഘടനമാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥത്തിന്റെ വിഘടനം സംഭവിക്കുന്നു. എന്ത് കാരണം? ഇലക്ട്രിസിറ്റി കാരണം, വൈദ്യുതി കാരണം. ബ്രേക്ക് ഡൗൺ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ യൂസിങ് ഇലക്ട്രിക് കറന്റ്. പക്ഷെ നമുക്ക് ഇത്ര പഠിച്ചാൽ മതിയോ? ഈ സെന്റൻസ്, ഈ ഒരു വേർഡിൽ നിന്ന് കിട്ടിയ ഈ സംഭവം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സബ്സ്റ്റൻസ് വേണം, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുകയും വേണം. അപ്പൊ നമുക്ക് ആദ്യം സബ്സ്റ്റൻസ് എന്താന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്കൊരു ബീക്കർ എടുക്കാം. ആദ്യമായിട്ടൊരു ബീക്കർ എടുത്തു. ഇതൊരു ബീക്കർ ആണെന്ന് വിചാരിക്കുക. ഈ ബീക്കറിലേക്ക് ഞാൻ സബ്സ്റ്റൻസ് എടുക്കുകയാണ്. നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് എടുക്കുകയാണ്. ആ സബ്സ്റ്റൻസിനെ ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസിന്, ഇതിലുള്ള ഈ സബ്സ്റ്റൻസിന്, ബീക്കറിലുള്ള ഈ സബ്സ്റ്റൻസിന് ഞാനൊരു പേര് കൊടുത്തു. ഈ ബീക്കറിലുള്ള ഈ പദാർത്ഥത്തിന് ഞാനൊരു പേര് കൊടുക്കാൻ പോവാണ്. പദാർത്ഥത്തിന് ഞാനൊരു പേരിട്ടു, ഇലക്ട്രോലൈറ്റ്സ്. ഈ പദാർത്ഥത്തിന്, ഈ ബീക്കറിലുള്ള പദാർത്ഥത്തിന് അല്ലെങ്കിൽ ബീക്കറിലുള്ള ഈ സബ്സ്റ്റൻസിന് ഞാനൊരു പേര് കൊടുത്തു, ഇലക്ട്രോലൈറ്റ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബീക്കറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കണം, അല്ലെ? വൈദ്യുതി കടത്തിവിടണം. ഇങ്ങനെ കടത്തിവിടാൻ സാധിക്കും. വൈദ്യുതി കടത്തിവിടാനായിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതാണ് ബാറ്ററി. ഇവിടെ ഞാൻ ബാറ്ററിയാണ് എടുക്കുന്നത്. ബാറ്ററി, ഇതെന്താ? ബാറ്ററി അല്ലെ? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനലൊക്കെ അറിയാലോ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലൊക്കെ അറിയാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബാറ്ററിനെ ഇങ്ങനെയല്ല വരച്ചിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വലിയ വര, ഒരു ചെറിയ വര, അങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിട്ടുള്ളത്. എന്താ അതിന്റെ അർത്ഥം? ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? ബാറ്ററിനെ നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന്. വലിയ വര, ചെറിയ വര. അതെ, ഇതാണ് ബാറ്ററി. ബാറ്ററിയാണ് ഇത്. ഇതിന്റെ ബാറ്ററിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു വലിയ വരയും ഒരു ചെറിയ വരയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സബ്സ്റ്റൻസിലേക്ക് വൈദ്യുതി കടത്തിവിടണം. അതിനായി ഞാൻ ബാറ്ററി എടുത്തു. ബാറ്ററി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ബാറ്ററിനെ ഞാൻ ഈ സൊല്യൂഷനിലേക്ക് കണക്ട് ചെയ്യാണ്. ഞാനെടുത്ത ഈ സബ്സ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാണ്. എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? വയർ വെച്ച്. ആ വയറിന്റെ ഒരു അറ്റത്ത് ഞാനൊരു റോഡ് വെച്ചിട്ടുണ്ട്. അല്ലെ? അതെന്താ? ഞാൻ ഈ വരയ്ക്കുന്ന രണ്ട് സാധനങ്ങൾ എന്താ? റോഡാണല്ലേ? എന്തിന്റെ റോഡാണ്? ഞാൻ ഇവിടെ എടുക്കുന്നത് കാർബണിന്റെയോ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന്റെയോ റോഡ് എടുക്കുകയാണ്. എന്തിനായിട്ട്? ഇതിലേക്ക് വൈദ്യുതി കടത്തിവിടാനായിട്ട്. വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ആര്? ഈ രണ്ട് റോഡുകൾ, ഇലക്ട്രോഡുകൾ. ഈ രണ്ട് റോഡുകളെ ഞാനൊരു പേര് വിളിക്കാൻ പോവാണ്. രണ്ട് റോഡുകളെയും ചേർത്ത് ഞാൻ ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കുകയാണ്. ഈ രണ്ട് റോഡുകളെയും ചേർത്ത് ഞാനൊരു പേരിട്ടു. അതിന് ഇലക്ട്രോഡ്സ് എന്നാണ് ഞാൻ പേര് വിളിച്ചത്.
ഞാൻ ബീക്കറിൽ ഒരു സബ്സ്റ്റൻസ് എടുത്തു, ആ സബ്സ്റ്റൻസിന് ഞാൻ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പേരിട്ടു. എന്നിട്ട് ഞാൻ ചെയ്തു ബാറ്ററി എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ സബ്സ്റ്റൻസിലേക്ക് വൈദ്യുതി കടത്തിവിടണം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബാറ്ററി എടുത്തു. ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഞാൻ എന്ത് കണക്ട് ചെയ്തു? ഒരു റോഡ് കണക്ട് ചെയ്തു. നെഗറ്റീവ് ടെർമിനലുമായിട്ടും ഞാൻ എന്ത് ചെയ്തു? റോഡ് കണക്ട് ചെയ്തു. എന്തിനാ റോഡ് കണക്ട് ചെയ്തത്? ഇലക്ട്രിസിറ്റി ഈ സബ്സ്റ്റൻസിലേക്ക് കടത്തിവിടാനായിട്ട്. ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരെ ഇലക്ട്രിസിറ്റി ഇതിലേക്ക് കടത്തിവിടാനായിട്ട് ഞാൻ ഇവിടെ റോഡ് വെച്ചു. ആ റോഡുകളെ പൊതുവായിട്ട് നമുക്ക് ഇലക്ട്രോഡുകൾ എന്ന് പറയാം, ഇലക്ട്രോഡ്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇലക്ട്രോഡ്സ് എന്ന് പറയും. ഇനി ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്നറിയണം, എന്താണ് ഇലക്ട്രോഡ്സ് എന്നറിയണം, എങ്ങനെയാണ് ഇത് ഇലക്ട്രിസിറ്റി പോകുന്നത്, കടത്തിവിടുന്നത്. കടത്തിവിട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ്സിന്, ഞാൻ എടുത്ത ഈ സബ്സ്റ്റൻസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത് എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സബ്സ്റ്റൻസ് ആണ്, ഒരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസിന് ചില പ്രത്യേകതകൾ, ആ പദാർത്ഥത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്ത് പ്രത്യേകതയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിന് അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് വേണം. അതായത് വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ് ആർക്ക് വേണം? ഞാൻ എടുക്കുന്ന ഈ പദാർത്ഥത്തിന്, ഈ സബ്സ്റ്റൻസിന് വേണം. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള കഴിവും കൂടെ വേണം. അതിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, അതൊരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് എന്ത് കഴിവുണ്ട്? വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എങ്ങനത്തെ സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ? ഇൻ ദയർ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. മനസ്സിലായ? സബ്സ്റ്റൻസ് അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലോ ആയിരിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ടാവും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അതിന് എന്തിനുള്ള കഴിവുണ്ടാവും? കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ മാത്രമാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. സിമ്പിൾ ആണ്, ഒന്നുമല്ല. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് സോൾട്ട് എടുക്കാം. സോൾട്ടും പൊതുവായിട്ട് എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുക്കാൻ പറ്റില്ല? സോൾട്ട് എടുക്കാം, ആസിഡ് എടുക്കാം, ബേസ് എടുക്കാം. സോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ കൊടുക്കാം. NaCl, ആസിഡ് CH3COH, അസിഡിക് ആസിഡ്, ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ്. സോൾട്ട്, ആസിഡ്, ബേസ്. ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ കഴിയും? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. ഇതിന്റെ സോൾട്ട് ഉദാഹരണം NaCl ആണ്. ഈ NaClന്റെ മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ, മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ആയിട്ടുള്ള NaCl നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മോൾട്ടൺ ആയിട്ടോ അക്വസ് ആയിട്ടുള്ള ആസിഡ് എടുക്കാൻ കഴിയും. മോൾട്ടൺ ആയിട്ടോ അക്വസ് ആയിട്ടുള്ള ബേസ് നമുക്ക് എടുക്കാൻ കഴിയും. എന്തായിട്ട്? ഇലക്ട്രോലൈറ്റ് ആയിട്ട്. എന്തിനായിരിക്കും നമ്മൾ ഈ മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻ എടുക്കണം എന്ന് പറയുന്നത്? ഇങ്ങനെ മോൾട്ടൺ ആയിട്ടോ അക്വസ് ആയിട്ടോ ഉള്ള ആ ഒരു സബ്സ്റ്റൻസിലേക്ക് മാത്രമാണ് അയോണുകൾക്ക് മൂവ്മെന്റ്, ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. മോൾട്ടൺ ആയിട്ട്, മോൾട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുകിയ അവസ്ഥ, ഉരുകിയ അവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ്. അക്വസ് എന്ന് പറയുന്നതാണ് ജലീയ ലായനി. ജലീയ ലായനി എന്ന് പറഞ്ഞാൽ വെള്ളം ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ ജലീയ ലായനി പറയാം, അക്വസ് സൊല്യൂഷൻ എന്ന് പറയാം. അതാണ് അക്വസ് സൊല്യൂഷൻ. അപ്പൊ ഒന്നില്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലോ ആയിട്ടുള്ള NaCl നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ മോൾട്ടനോ അക്വസ് ആയിട്ടുള്ള ആസിഡ് എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ മോൾട്ടനോ അക്വസ് ആയിട്ടുള്ള ബേസ് നമുക്ക് എന്തായിട്ട് എടുക്കാൻ കഴിയും? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. അതിന് കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ മോൾട്ടനോ അക്വസോ ആയിരിക്കുമ്പോൾ മാത്രമാണ് അവയില് അയോൺസിന് ഫ്രീ മൂവ്മെന്റ് ഉള്ളത്. ഇതിലുള്ള അയോണുകൾ ആരൊക്കെയാണ്? Na+ഉം Cl- ആണ് ഈ സാൾട്ടിലുള്ള അയോണുകൾ. ഇതിലുള്ളതോ CH3COO- H+ ആണുള്ളത്. ഇതിലുള്ളതോ NH4+ഉം OH- ആണുള്ളത്. ഇങ്ങനെ ഈ അയോണുകൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുക ഇങ്ങനെ മോൾട്ടനോ അക്വസോ ആയിട്ടുള്ള സമയത്ത് മാത്രമാണ്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, Na+ഉം Cl- ആണ് എന്തിലുള്ളത്? മോൾട്ടനിലുള്ളത്. അക്വസ് സൊല്യൂഷനിൽ എന്താണുള്ളത് നോക്കിയേ? സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ സ്റ്റേറ്റിൽ Na+ഉം Cl- ഉള്ളത്. അക്വസ് സൊല്യൂഷൻ, അക്വസ് NaCl എന്തൊക്കെ അയോണുകളാണുള്ളത്? അക്വസ് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളമുണ്ട് എന്നാണ് അർത്ഥം. വെള്ളമുണ്ട് എന്നല്ല, വെള്ളം, ജലം, വാട്ടർ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലാരൊക്കെയുള്ളത്? Na+ഉം Cl-ഉം. വെള്ളം എന്ന് പറയുമ്പോൾ H+ ഉണ്ടാവും, OH- ഉണ്ടാവും. പിന്നെ അയോൺസ് ആവാതെ കുറച്ചെണ്ണം ഇങ്ങനെയും കിടക്കുന്നുണ്ടാവും, H2 ആയിട്ടും കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇത്രയും ആൾക്കാർ എന്തിനുണ്ടാവും? അക്വസ് NaCl ഉണ്ടാവും. മോൾട്ടൺ ആയിരിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവുള്ളൂ? വെറും Na+ഉം Cl- മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒക്കെ കേസിലും ഉണ്ടാവുക. മോൾട്ടനിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അക്വസ് ആയിരിക്കുമ്പോൾ വാട്ടറിന്റെ അയോൺസും കൂടെ ഉണ്ടാവും.
അപ്പൊ നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, ആ സബ്സ്റ്റൻസിന് എന്തിനുള്ള കഴിവാണ്? കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദർ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് ആൾസോ അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാനും കൂടെ കഴിയണം. അതിനാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ്സിന് ഉദാഹരണമാണ് സാൾട്ടിന്റെയോ ആസിഡിന്റെയോ ബേസിന്റെയോ മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനോ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കാൻ കാരണം അതിൽ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. എന്തിനുള്ള മൂവ്മെന്റ്? അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മോൾട്ടനോ അക്വസോ എടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇലക്ട്രോലൈറ്റ് മനസ്സിലായി. ഇവിടെ ഞാൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് മോൾട്ടൻ NaCl ആണ്. ഇലക്ട്രോലൈറ്റ്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇവിടെ എടുക്കുന്നത് മോൾട്ടൻ NaCl ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മോൾട്ടൻ NaCl ഉള്ള അയോണുകൾ ഏതൊക്കെയാണ്? Na+ഉം Cl- ഉം ആണ്. അപ്പൊ നമ്മുടെ ബീക്കറിൽ ആരുണ്ട്? മോൾട്ടൻ NaCl ഉണ്ട്. അപ്പൊ അവിടെ ഏതൊക്കെ അയോൺ? Na+, Cl-, Na+, Cl- എന്ന് പറഞ്ഞ് നിറഞ്ഞിങ്ങനെ ചാടി നടക്കുന്നുണ്ട് ഈ ബീക്കറിൽ. അങ്ങനെയുള്ള ആ ബീക്കറിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ നോക്കുന്നത്. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ആരെയാണ്? ബാറ്ററിയാണ് അല്ലെ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ് വലിയ വര, ബിഗ് ലൈന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ്. ആ പോസിറ്റീവ് ടെർമിനലിനെ ഞാനൊരു എന്തുമായിട്ട് കണക്ട് ചെയ്തു? ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തു. ആ രണ്ടിനെയും ഞാൻ ഇലക്ട്രോഡുകൾ എന്നാണല്ലോ വിളിച്ചത്. അപ്പൊ നമുക്ക് പറയാൻ സുഖമില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കാം. ഈ സൈഡിലുള്ള ആളെ ഞാനൊരു പേര് വിളിക്കാൻ പോവാണ്. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രോഡിനെ ഞാനൊരു ഓമന പേരിട്ടു. അതാണ് ആനോഡ്. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രോഡിനെ ഞാൻ വിളിച്ചു ആനോഡ് എന്ന്. ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനോഡ് is an electrode which എന്തുമായിട്ട് കണക്ട് ചെയ്തു? കണക്ട് to the positive terminal of the battery. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ ഞാൻ ആനോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പേര് കൊടുക്കണ്ടേ? ഇപ്പുറത്ത് എടുക്കുന്നതാണ് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് ഒരു പേര് കൊടുക്കണം. എന്ത് പേര് കൊടുക്കാം? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രോഡിനെ ഞാൻ ഒരു പേര് കൊടുത്തു, കാഥോഡ്. മനസ്സിലായല്ലോ? രണ്ടാൾക്കും ഓരോ പേര് കിട്ടി. അപ്പൊ ഞാൻ പൊതുവായുള്ള പേര് മായ്ച്ചു കളഞ്ഞു. അപ്പൊ നോക്കിയേ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത ആളുണ്ട്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത ആളുണ്ട്. പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത ആളെനെ ഞാൻ ആനോഡ് എന്ന് വിളിക്കുകയും നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ ഞാൻ കാഥോഡ് എന്ന് വിളിച്ചു. ആനോഡും കാഥോഡും കിട്ടി. പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത ഈ ഇലക്ട്രോഡിന്റെ ചാർജ് അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്ത ഈ ഇലക്ട്രോഡിന്റെ ചാർജ് അപ്പൊ നെഗറ്റീവ് ആയിരിക്കും. ഇനി നോക്കി, ഇതിൽ നിറയെ അയോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ അയോണുകളൊക്കെ എന്ത് ചെയ്യും? ഓടിച്ചാടി നടക്കും. എങ്ങോട്ടേക്ക്? പ്ലസ് ചാർജ് ഉള്ള അയോണുകൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ തന്നെയല്ലേ? പോസിറ്റീവ് നെഗറ്റീവിന്റെ അടുത്തേക്കാണ് ഓടിച്ചാടി പോവാ. അതുപോലെ നെഗറ്റീവ് അയോണുകൾ പോസിറ്റീവിന്റെ അടുത്തേക്കും ഓടിച്ചാടി പോകും. അപ്പൊ നോക്കിയേ, പോസിറ്റീവ് ചാർജ് ഉള്ള ഈ അയോണുകൾ, ആർക്കാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത്? സോഡിയത്തിനാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. അപ്പൊ സോഡിയത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള ഈ അയോണുകൾ എങ്ങോട്ടേക്കാണ് ഓടിപ്പോവുക? നെഗറ്റീവ് ചാർജ് ഉള്ള ഈ ഇലക്ട്രോഡിലേക്ക് ചാടിപ്പോവും. ഈ അയോണുകളൊക്കെ ഈ ഇലക്ട്രോഡിലേക്ക് ചാടിപ്പോയി, അടുത്തേക്ക് പോയി. അപ്പൊ ബാക്കി ആരൊക്കെയുള്ളത്? അതില് Cl- അയോണുകളാണ് ബാക്കിയുള്ളത്. ഈ Cl- അയോണുകൾ എന്ത് ചെയ്യും? Cl- അയോണുകളൊക്കെ എവിടേക്കാ പോവാ? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക്. പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രോഡ് നോക്കിയേ, പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രോഡ് ഇതാണ്, അതിലേക്ക് പറന്ന് പോകും. പോസിറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോഡിലേക്ക് Cl- പോകും. അപ്പോൾ Na+ അയോണുകളും Cl- അയോണുകളാണ് നമ്മുടെ ഈ മോൾട്ടൺ NaCl സൊല്യൂഷൻ നമ്മളെടുത്ത ഇലക്ട്രോലൈറ്റിലുള്ളത്. അപ്പൊ ഇലക്ട്രോലൈറ്റിലുള്ള പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ് അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും പോകും. ഇനി ഈ അയോണുകൾക്ക് നമുക്കൊരു പേര് കൊടുക്കണം. എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്ന അയോണുകളെ, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാ? ആനോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്ന അയോണുകളെ ആനയോൺസ് എന്ന് പറയാം. ഇവിടെ ആനയോൺസ് ആരൊക്കെയുള്ളത്? ആനയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്ന ആളുകൾ. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്ന ആളുകൾ ആരാണ്? നെഗറ്റീവ് അയോണുകളാണ്. Cl- അയോണാണ്. നോക്കിയേ,
നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിലേക്ക് പോകുന്ന ആൾക്കാരെ നമുക്കൊരു പേര് വിളിക്കാം കാറ്റയോൺസ്. കാറ്റയോൺസ്. ആ കാറ്റയോൺസ് ആരാണ് ഇവിടെ? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, Na+ ആണ്. അപ്പൊ നോക്കിയേ, ആനയോൺസ് ഉണ്ട്, കാറ്റയോൺസ് ഉണ്ട്. ആനയോൺസ് എന്ന് പറഞ്ഞാൽ ആനോഡിലേക്ക് പോകുന്ന ആളുകൾ, ആനോഡിലേക്ക് പോകുന്ന അയോൺ, പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ അയോണുകളാണ് ആനയോൺസ്. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന അയോണുകളാണ്. അപ്പൊ Na+ എന്ന് പറയുന്നത് കാറ്റയോണും Cl- എന്ന് പറയുന്നത് ആനയോണാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നോക്കി, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ്. ആനോഡിലും കാഥോഡിലും ഇവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ നമുക്ക് എഴുതാം. ആനോഡിൽ എന്ത് സംഭവിക്കുന്നു, കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ആനോഡിലും കാഥോഡിലും. ആനോഡ് നോക്കി, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണ്. ഈ ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർ ആരാണ്? Cl- അയോണുകൾ. Cl- അയോണുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചോർക്കുണ്ട്. Cl- അയോണുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കി എടുക്കേണ്ടത്? Cl- എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കൂടുതലുള്ള ആൾക്കാരാണ്. മൈനസ് ചാർജ് എപ്പോഴാണ് വരിക? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത, ഇലക്ട്രോണിനെ സ്വീകരിച്ചാലാണ് മൈനസ് ചാർജ് വരിക. അപ്പൊ Cl- എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, ഒരു എല്ല് കൂടുതലാണെന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യപ്പെടും? ആ ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കളയാൻ നോക്കും. അപ്പൊ ഈ Cl- എന്ത് ചെയ്യും? അതിന്റെ ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് Cl ആറ്റമായിട്ട് മാറും. ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും കളയും. ഒരു ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് Cl ആറ്റമായിട്ട് മാറും. Cl ആറ്റം അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കില്ല. Cl എപ്പോഴും വേറൊരു Cl ആറ്റവുമായി ചേർന്ന് Cl2 ആയിട്ടാണ് നിൽക്കുക. അപ്പൊ നോക്കി, ആനോഡിൽ എന്താണ് റിയാക്ഷൻ നടക്കുന്നത്? Cl ഇങ്ങോട്ട് ഓടി ചെയ്യുന്നതിന്റെ അടുത്തേക്ക് എത്തില്ല, ഇലക്ട്രോണിന്റെ അടുത്തേക്ക്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നിറയെ ഇലക്ട്രോണുകളെ കൊടുക്കും. ഈ ഇലക്ട്രോഡിലേക്ക് നിറയെ ഇലക്ട്രോണുകളെ, എവിടെ ഇലക്ട്രോൺ കിട്ടിയതാ, ഈ ഇലക്ട്രോണുകളെ നിറയെ ഇലക്ട്രോഡിലേക്ക് കൊടുക്കുകയാണ്. Cl- എന്താ ചെയ്യുക? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഒരു Cl- ആണോ ഇവിടെ ഉള്ളത്? കുറേ Cl- ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ കുറേ Cl- ഉണ്ട്. അങ്ങനെ കുറേ Cl- അയോണുകൾ കുറേ ഇലക്ട്രോണുകളെ കുറേ എവിടേക്ക് വിട്ടുകൊടുക്കും? ഈ ഇലക്ട്രോഡിലേക്ക് വിട്ടുകൊടുക്കും. അപ്പൊ കുറേ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഇങ്ങനെ കയറിപ്പോകും, ഇങ്ങനെ പോകും. ആ ഇലക്ട്രോണുകളൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പോയിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഇലക്ട്രോഡിലേക്ക് വരും, ഈ ഇലക്ട്രോഡിലേക്ക് വരും. ഇലക്ട്രോണ് ഇങ്ങനെ കയറിപ്പോവും. എന്നിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് വരും. കാഥോഡിലേക്ക് ഇലക്ട്രോൺ വന്നാൽ കാഥോഡിന്റെ അടുത്ത് ആരാളുള്ളത്? ഏത് അയോണാണുള്ളത്? കാഥോഡിന്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു അയോൺ ഉണ്ടല്ലോ, ആരാ അത്? Na+. Na+ എപ്പോഴും അട്രാക്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്ത് Na+ ഉണ്ട്. Na+ അപ്പൊ എന്താ ചെയ്യുക? അവിടെ ഇലക്ട്രോണുകളെ കിട്ടിയില്ലേ? Na+ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Cl- പറഞ്ഞ പോലെ പറഞ്ഞേ. Na+ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ കുറവാണ്. Na+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. കുറവുള്ള ആ Na+ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ടുള്ള ഈ ഇലക്ട്രോണുകളെ പിടിച്ചെടുക്കാൻ തുടങ്ങും. പിടിച്ചെടുത്തിട്ട് എന്തായിട്ട് മാറും? Na മെറ്റലായിട്ട് മാറും, ആറ്റമായിട്ട് മാറും. കണ്ടോ നിങ്ങള്? ഇവിടേക്ക് എന്താ കൊടുത്തു? ഇലക്ട്രോണുകൾ ആര് കൊടുത്തു? Cl കൊടുത്തു. Cl എന്ത് ചെയ്തു? ഇലക്ട്രോണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇലക്ട്രോണുകൾ ആര് ചാടിപ്പിടിക്കും? Na+ ചാടിപ്പിടിക്കും. ചാടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും? സ്വീകരിച്ചിട്ട് Na ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കി, ആനോഡിൽ എന്ത് നടന്നു? Cl- ആണ്. മൈനസ് എന്ത് ചെയ്തു? ഇലക്ട്രോണുകളെ കൊടുക്കുക ചെയ്യുക. ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രോണുകളെ കൊടുത്തു. എന്നിട്ട് Cl എന്തായിട്ട് മാറി? Cl ആറ്റമായിട്ട് മാറി. Cl ആറ്റം ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല, രണ്ടും കൂടെ നിൽക്കുള്ളൂ. രണ്ടും കൂടെ ചേർന്ന് Cl2 ആയിട്ട്, Cl2 മോളിക്യൂളായി, അതായത് ഗ്യാസ്. Cl2 ഗ്യാസ്. അപ്പൊ Cl2 ഗ്യാസ് എന്ത് ചെയ്യും? ഇങ്ങനെ പോവും. എങ്ങോട്ടേക്ക് പോവും? ഇലക്ട്രോഡിൽ നിന്ന് ഇവോൾവ് ചെയ്യും, ആനോഡിൽ നിന്ന് ഇവോൾവ് ചെയ്യും. ഇവിടെ നോക്കിയേ, കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? Na എന്ത് ചെയ്യും? ആ Cl കൊടുത്തിട്ടുള്ള ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് Na ആയിട്ട് മാറും. Na എന്നുള്ള ആറ്റമായിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്താണ്? Na-യുടെ ഒരു ഡെപ്പോസിഷൻ ഉണ്ടാവും. Na മെറ്റലിന്റെ ഒരു ഡെപ്പോസിഷൻ അടിഞ്ഞുകൂടും. കാഥോഡിന്റെ അവിടെ Na-യുടെ ഒരു ഡെപ്പോസിഷൻ അടിഞ്ഞുകൂടി കിടക്കും, Na എന്നുള്ള മെറ്റൽ. അപ്പൊ എന്ത് പറയാൻ കഴിയും? ഇവിടെ കാഥോഡില് സോഡിയത്തിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും ആനോഡില് ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ എടുത്ത ആൾ ആരായിരുന്നു? സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതായിരുന്നു. അതായത് ഉരുകിയ അവസ്ഥയിലുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തത്. അതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റിനെ കടത്തിവിട്ടു അല്ലെ? ഇലക്ട്രിസിറ്റി കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു?
ഡികമ്പോസിഷൻ സംഭവിച്ചു. ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പോൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നിട്ട് എന്താ സംഭവിച്ചത്? എണ്ണയും Cl ഉണ്ടായി. എണ്ണ എന്ന മെറ്റലും Cl എന്ന് പറഞ്ഞ ഗ്യാസും ക്ലോറിൻ ഗ്യാസും ഉണ്ടായി. ഓക്കെ, എണ്ണ ബാലൻസ് ചെയ്തതാണ്. NaCl എന്താ ഉണ്ടായത്? ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പോൾ ഇലക്ട്രോളിസിസ് സംഭവിച്ചു. ഇലക്ട്രിസിറ്റി കടത്തി വിടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് ആണ് സംഭവിച്ചു. വൈദ്യുത വിശ്ലേഷണം സംഭവിച്ചു. വൈദ്യുത വിശ്ലേഷണം സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? അതിന്റെ ഘടക മൂലകങ്ങളായി അല്ലെ, അതിന്റെ കമ്പോണൻസ് ആയിട്ട് മാറി. എണ്ണയും Cl ആയിട്ട് മാറി. അതായത് എണ്ണ എന്നുള്ള മെറ്റലും Cl2 എന്ന ഗ്യാസുമായിട്ട് മാറി. ഇപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പോൾ ആ സബ്സ്റ്റൻസിന് കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു അല്ലെ. കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. ക്ലിയർ ആയല്ലോ? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിലേക്ക് അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്ന പ്രോസസ്സ്. ആ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഡികമ്പോസിഷൻ ആണ് നടക്കുന്നത് അല്ലെ. കെമിക്കൽ ചേഞ്ച് നടന്നു, ഡികമ്പോസിഷൻ ആണ് നടന്നത്. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളൈസിസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെന്റ് ഇല്ലേ, ഇതാ ഇവിടെ ചെയ്ത ഈ അറേഞ്ച്മെന്റ്, ഒരു ബീക്കർ, ഇങ്ങനെ ടെസ്റ്റ് സെല്ല്, ബാറ്ററി, ഇലക്ട്രോഡൊക്കെ വരച്ചുള്ള ഈ ഒരു അറേഞ്ച്മെന്റ് ഇല്ലേ, ഇലക്ട്രോളിസിസ് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഈ അറേഞ്ച്മെന്റ്, ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയാം. ഇലക്ട്രോലിറ്റിക് സെൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ്ങോട് കൂടിയാണ് ഈ ടോപ്പിക് തുടങ്ങുന്നത്. ഇലക്ട്രോലിറ്റിക് സെൽ എന്നാൽ എന്ത് എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇലക്ട്രോളിസിസ് നടക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ആ സബ്സ്റ്റൻസിന് ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയാം. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ the process of chemical change. Electrolysis means the process of chemical change taking place in an electrolyte by using or by passing electricity. അപ്പോൾ എന്താണ് the process of chemical change? എവിടെയാണ് കെമിക്കൽ ചേഞ്ച് നടക്കുന്നത്? In an electrolyte. ഇലക്ട്രോലൈറ്റിലാണ്. എങ്ങനെയാണ് നടക്കുന്നത്? By passing electricity. Means the process of chemical change. The process of chemical change in an electrolyte by passing electricity. മനസ്സിലായല്ലോ? അതായത് വൈദ്യുതി ഇലക്ട്രോലൈറ്റിലേക്ക് കടത്തി വിടുമ്പോൾ അതിന് രാസമാറ്റം സംഭവിക്കുന്ന പ്രവർത്തനത്തെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നു. വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇലക്ട്രോലൈറ്റിന് രാസമാറ്റം സംഭവിക്കുന്ന പ്രവർത്തനത്തെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ഇൻ എൻ ഇലക്ട്രോലൈറ്റ് ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ടോപ്പിക് ആണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. പഠിക്കുക, ജയിക്കുക. താങ്ക് യു.